ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഗുണ കേവിൽ പോകാം. അതിനു മുമ്പ് കൊടൈക്കനാലിലെ ആദ്യമിട്ട വീഡിയോസൊക്കെ കാണണമെങ്കിൽ മോഡിലത്തെ കാർഡ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോറസ്റ്റിലൂടെയുള്ള ഈ പ്രധാന റോഡിൻ്റെ സൈഡിലൊക്കെ തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. ഒരു പ്ലേസിൽ നിന്ന് അടുത്ത പ്ലേസിലേക്ക് 1 കിലോമീറ്ററൊക്കെ ദൂരെയൊക്കെ തന്നെ ഉള്ളൂ. ബ്ലോക്കാണ് നമ്മളെ കൊടുക്കുന്നത്. ഇതാണ് ഗുണ കേവ് എൻട്രി. കുറച്ചുള്ളിലേക്ക് നടക്കണം കേട്ടോ, കാറൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എത്തുന്നത്. ഇതാണ് സാക്ഷാൽ ഗുണ കേവ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗുഹകളുണ്ട്. ഡെവിൽസ് കിച്ചൺ എന്നായിരുന്നു മുമ്പ് ഇതിനെ പേര് പറഞ്ഞിരുന്നത്. പിന്നെ 1999 കമലഹാസൻ്റെ ഗുണ ഇവിടെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഗുണ കേവ് എന്ന് പേരിതിന് കൊടുത്തത്. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്കൊന്നും ഗുഹയ്ക്കുള്ളിൽ പ്രവേശനമില്ല കേട്ടോ. മിക്ക ഗുഹകൾക്ക് മുകളിലായിട്ട് ഗ്രില്ലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അപകട സാധ്യത പരിഗണിച്ചാണ് ഗുഹയ്ക്കുള്ളിലും മുകളിലും ഒക്കെ പ്രവേശനം ഇല്ലാതാക്കുന്നത്. റിപ്പോർട്ട് ചെയ്തതും ചെയ്യാത്തതുമായിട്ട് ഒരുപാട് മരണങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളതാണ്, കേസസും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഡെവിൽസ് കിച്ചൺ എന്ന് പേരുണ്ടായിരുന്നത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ വലിയ ക്ലൈമറ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയത്. ആദ്യം ചാറ്റൽ മഴയായിരുന്നു, പിന്നെ അത് നല്ല മഴയായി. ആൾക്കാർക്ക് അവിടെ ഒരു നിവൃത്തിയില്ല, നനയാന്നല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. ഞങ്ങൾ പക്ഷേ കുട്ടികളൊക്കെ ഉണ്ടായ കാരണം കുടയൊക്കെ ആയിട്ടായിരുന്നു പോയിരുന്നത്. അതുകൊണ്ടൊരു രക്ഷയുണ്ടായി. ആൾക്കാരൊക്കെ ഞങ്ങളുടെ കുടയിലൊക്കെ ഇങ്ങനെ കയറി വരുമായിരുന്നു. എന്താ വെച്ചാൽ അവർക്ക് നിൽക്കാനോ ഒന്നും ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഫുൾ ഓപ്പൺ ആണല്ലോ. പിന്നെ മഴയായി തുടങ്ങിയാൽ പിന്നെ നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. കോടയൊക്കെ ഇറങ്ങി അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയണത് ഈ കെട്ടിപ്പിടഞ്ഞും കിടക്കുന്ന വേരുകൾ തന്നെയാണ് കേട്ടോ. അത് കാണാൻ എന്ത് രസമാണ്. നമുക്ക് പേടിയുമാവും, എന്നാൽ നല്ല സൂപ്പറുമാണ് കേട്ടോ. ഗ്രില്ലിട്ട് വെച്ചിരിക്കണ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് പേടിയാവും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇങ്ങനെ ടണൽ പോലെ ഇങ്ങനെ ഗുഹകൾ ഇങ്ങനെ പോകുക. അത് ഓരോരോ അപകട സാധ്യതകൾ കാരണം ഇങ്ങനെ അവർ അടച്ചടച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഗ്രില്ലിട്ട് ഫുള്ള് ഇതായിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ആ സിനിമയിലത്തെ മഞ്ഞുമൽ ബോയ്സിലെ കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിങ്ങലായിരുന്നു കേട്ടോ. ശരിക്കും ആ പ്ലേസിലാണല്ലോ വന്നിരിക്കുന്നത്. കുറേ കുട്ടികളും ആൾക്കാരും ഒക്കെ ഓളിയിട്ടും സുഭാഷേ കുട്ടേട്ടാ എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത ഫീലിംഗ് തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങളും അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എവിടെ നോക്കിയാലും ഫുൾ അപകടം നിറഞ്ഞ ഇങ്ങനത്തെ വലിയ ഗുഹകളാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. വലിയ വലിയ ഇങ്ങനെ കുഴികളായിട്ട്. പിന്നെ ഓർത്തു, ഗുഹക്കുള്ളിൽ കയറിയില്ലെങ്കിൽ എന്താ, അവിടെ ഒരു വലിയ വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ കയറി നിന്നാൽ നമുക്ക് ദൂരെയുള്ള മലനിരകളും എന്ത് രസമാണെന്ന് പറയാം. സൂപ്പർ കാഴ്ചകളാണ്. അതിൻ്റെ അടിയിൽ അതിൻ്റെ താഴെ വരണതെന്ന് വെച്ചാൽ വലിയ കൊക്കയാണ് കേട്ടോ ഇതിൻ്റെ താഴെ വരണത്. കോടയായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റൂല. എന്നാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. മനിതർ ഉണർന്നുകൊള്ള, ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാനത്. ഗുണ കേവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ പില്ലർ റോക്കിൽ കയറി. ഗേറ്റ് കടന്നാൽ നമ്മൾക്ക് പില്ലർ റോക്സ് കാണാം. ദൂരെ കാണുന്ന വലിയ 2 തൂണ് പോലെയുള്ള പാറകളാണ് ഈ പില്ലർ റോക്ക് എന്ന് പറയുന്നത്. ഗുണ കേവ് ഈ പാറകളുടെ ഇടയിലാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ സമയം വരുന്നത് 9 AM to 4 PM വരെയാണ് അതിൻ്റെ ടൈമിങ്. വലിയൊരു കൊക്കയാണ് കേട്ടോ താഴെയുള്ളത്. ദൂരെയുള്ള താഴ്വരകളൊക്കെ നമുക്ക് കാണാം. സൂപ്പറാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴി നമുക്ക് ഗോൾഫ് കോർട്ട് കാണാം. ഈ മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്കൊന്നും അവിടെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അങ്ങനെ കൊടൈക്കനാലിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ പോകുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.